നമസ്കാരം. രാവണപ്രഭു റീ റിലീസ് ഇന്നലെ രാത്രി കോഴിക്കോട് കൈരളിയിൽ വെച്ചാണ് കണ്ടത്. ഏതാണ്ട് 800-ലധികം ആളുകളെ കൊള്ളുന്ന വലിയൊരു തിയേറ്ററാണ്. ഇപ്പോൾ റീ റിലീസുകൾ എന്ന് പറയുമ്പോൾ തന്നെ അത് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാനും തിയേറ്ററിൽ സെലിബ്രേറ്റ് ചെയ്യാനാണ് പൊതുവേ പോകാറുള്ളത്. ഇന്നലെ രാവണപ്രഭുവിന് പോകുമ്പോഴും ആ ഒരു ലക്ഷ്യം മാത്രമായിരുന്നു. തിയേറ്റർ നിറഞ്ഞ് നിൽക്കുമായിരുന്നു. കാരണം തിയേറ്റർ എല്ലാ ആളുകളും ഈ ഒരു സിനിമ സെലിബ്രേറ്റ് ചെയ്യാനായി എത്തിയൊരു ഫീലായിരുന്നു. കാരണം തിയേറ്ററിലെ സ്ക്രീനിൽ പരസ്യങ്ങൾ തെളിഞ്ഞപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള ആർപ്പുവിളികളും ആഘോഷമായിരുന്നു. തിയേറ്ററിലാണെങ്കിൽ ഈ സിനിമ കണ്ട ഒരു തലമുറയുണ്ട്, അതുപോലെ തന്നെ ഈ സിനിമ തിയേറ്ററിൽ കാണാത്ത ഒരു തലമുറയും കൂടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പക്ക സെലിബ്രേഷൻ മോഡാണ് ഫസ്റ്റ് തന്നെ തിയേറ്ററിനുള്ളിലേക്ക് കയറിയപ്പോൾ കിട്ടിയത്. ഇപ്പം രാവണപ്രഭു എന്ന് പറയുമ്പോൾ തന്നെ ലാലേട്ടൻ്റെ സിനിമയാണ്. ലാലേട്ടൻ്റെ റീ റിലീസ് ചിത്രങ്ങൾ ലാലേട്ടൻ ഫാൻസ് വലിയ രീതിയിൽ ആഘോഷിക്കാറുണ്ട്. ഇപ്പം മലയാളത്തിലും വേറെ കുറേ റീ റിലീസുകൾ മറ്റ് നടന്മാരുടേതായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ അവയൊന്നും ലാലേട്ടൻ സിനിമകളെ പോലെ തിയേറ്ററിൽ എൻജോയ് ചെയ്തിട്ടില്ല. ഇപ്പോൾ രാവണപ്രഭുവിനെ സംബന്ധിച്ച് 2001 റിലീസായ ഒരു സിനിമയാണ്. ഞാൻ ഈ സിനിമ അന്ന് തിയേറ്ററിൽ കണ്ടതാണ്. അന്ന് ഒരു സി ക്ലാസ് തിയേറ്ററിലാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ അന്നും തിയേറ്റർ നിറയെ ആൾക്കാരുണ്ടായിരുന്നു, തിയേറ്റർ ഹൗസ്ഫുൾ ആയിരുന്നു. കാരണം അന്നൊക്കെ സി ക്ലാസ്സിലൊക്കെ നന്നായിട്ട് സിനിമകൾ കളിക്കുന്ന സമയമാണ്. പിന്നീട് ഇതിൻ്റെ എന്താ പറയുക, ടി വിയിൽ ഇറങ്ങിയതിന് ശേഷവും അതുപോലെ യൂട്യൂബിലൊക്കെ ഇതിൻ്റെ ഭാഗങ്ങൾ കണ്ടൊക്കെ ആ രീതിക്ക് എൻജോയ് ചെയ്തിട്ടുള്ളതാണ്. മലയാളത്തിൽ ഇറങ്ങിയ എക്കാലത്തെയും ഏറ്റവും മികച്ച മാസ് ആക്ഷൻ എൻ്റർടൈനർ എന്നുള്ളത് രാവണപ്രഭുവിനെ കുറിച്ച് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നൊരു കാര്യമാണ്. ദേവാസുരത്തിൻ്റെ 2ാം ഭാഗം എന്നുള്ളൊരു ബേർഡൻ ശരിക്കും രാവണപ്രഭുവിനില്ല. കാരണം രാവണപ്രഭു വേറെ തന്നെ ഒരു സിനിമയാണ്. കാരണം മോഹൻലാൽ എന്ന് പറയുന്ന താരത്തെ ഏറ്റവും നന്നായും ഏറ്റവും മനോഹരമായും ഉപയോഗിച്ചൊരു സിനിമയാണ്. അതേസമയം മോഹൻലാൽ എന്ന് പറയുന്ന ആക്ടറിനെയും ഉപയോഗിച്ചൊരു സിനിമയാണ് രാവണപ്രഭു. ഇപ്പോൾ രാവണപ്രഭുവിൻ്റെ റീ റിലീസ് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നമ്മൾ എല്ലാവരും എന്താ പറയുക ആഗ്രഹിക്കുന്നതോ ആവശ്യപ്പെടുന്നതോ ആയിട്ടുള്ളതാണ്. കാരണം അങ്ങനെ തിയേറ്ററിൽ എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ സിനിമയാണ് രാവണപ്രഭു. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ രാവണപ്രഭുവിനെ കുറിച്ചുണ്ട്. അപ്പോൾ തിയേറ്ററിൽ എത്തിയ സമയത്ത് ആ ഒരു എന്താ പറയുക പഴയ കാലത്തെ ഓർമ്മകളും കാര്യങ്ങളും ഒക്കെയാണ് മനസ്സിൽ കൂടെ പോയത്. കാരണം അന്ന് ഇത് തിയേറ്ററിൽ കണ്ടപ്പോൾ നമ്മളൊക്കെ വളരെ ചെറിയ പ്രായത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്നത്തെ ഒരു എക്സ്പീരിയൻസുമായിട്ടൊന്നും നമുക്കിത് റിലേറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിലും ഇന്നലെ തിയേറ്ററിൽ ശരിക്കും ഒരു പുതിയ റിലീസ് പോലെ തന്നെയാണ് ഇതിലെ ടൈറ്റിൽ കാർഡ് മുതൽ അങ്ങോട്ട്. കാരണം ഇതിൽ ആദ്യ സീൻ മുതൽ അങ്ങോട്ട് ഒരു വല്ലാത്ത രീതിയിലുള്ള സെലിബ്രേഷനാണ്. ഇപ്പോൾ ചോട്ടാ മുംബൈയിലൊക്കെ ഓരോ ക്യാരക്ടർ വരുമ്പോൾ ഉള്ള ആ ഒരു എൻട്രിക്ക് കിട്ടുന്ന ക്ലാപ്പ് തന്നെയാണ് ഇവിടെയും കിട്ടുന്നത്. പക്ഷെ അതിനേക്കാൾ കുറേ കൂടെ ഹെവി ആയിട്ടുള്ള മാസ് സീനുകളുണ്ട്. അപ്പം അറിയാലോ, കാരണം കുറേ ആളുകൾ കൂടി ഒരു സിനിമ തിയേറ്ററിൽ എൻജോയ് ചെയ്യുന്ന സമയത്ത് അതിൽ മാസ് സീനുകളാണ് വരുന്നതെങ്കിൽ തിയേറ്റർ അങ്ങോട്ട് എക്സ്പ്ലോഡ് ആവും. അങ്ങനത്തെ ഒരുപാട് മൊമെന്റുകളാണ് രാവണപ്രഭുവിൻ്റെ ഫസ്റ്റ് സീൻ തൊട്ട് കിട്ടുന്നത്. ഇപ്പോൾ ജഗദീഷും വിജയരാഘവനും രതീഷൊക്കെ വരുന്ന സീൻ മുതൽ അങ്ങോട്ട് വൻ രീതിയിൽ സെലിബ്രേഷനാണ്. അതിന് മുൻപാണെങ്കിൽ ദേവാസുരത്തിൻ്റെ ഒരു ക്ലൈമാക്സ് ഭാഗം കാണിച്ചുകൊണ്ടാണ് സിനിമ തുടങ്ങുന്നത്. ആ രീതിയിൽ അത് അങ്ങ് എൻജോയ് ചെയ്യാണ് ആളുകൾ. അതിന് വേണ്ടി വരിക. പാട്ടുകൾ വരുന്ന സമയത്താണെങ്കിൽ അതിനെ വേറൊരു രീതിക്ക് സെലിബ്രേറ്റ് ചെയ്യുക. സ്ക്രീനിൻ്റെ മുന്നിലാണ് ആ ഒരു തിയേറ്ററിലെത്തിയ വലിയ വിഭാഗം ആളുകൾ. അങ്ങനെ എൻജോയ് ചെയ്യുന്നത് അധികം സിനിമകൾക്ക് കിട്ടുന്നൊരു ഭാഗ്യമല്ല. ഒരുപക്ഷെ റിലീസ് ചെയ്ത സമയത്ത് ആഘോഷിച്ചതിനേക്കാൾ കൂടുതലാണ് രാവണപ്രഭു ഇപ്പോൾ തിയേറ്ററിൽ ആഘോഷിക്കുന്നത്. വല്ലാത്തൊരു 2.5-3 മണിക്കൂറാണ് തിയേറ്ററിൽ കിട്ടുന്നത്. അതുപോലെ തന്നെയാണ് ഇതിലെ ചില നടന്മാരെ കാണുന്ന സമയത്ത് നമുക്കും വല്ലാതൊരു മിസ്സിങ് തോന്നും. എസ്പെഷ്യലി ഇന്നസെൻറ്റിൻ്റെ സീനുകൾ വരുമ്പോൾ പേഴ്സണലി അത് വല്ലാതെ ഫീൽ ചെയ്തു. കാരണം ഇന്നസെൻറ്റിനെ വല്ലാതെ മിസ് ചെയ്തു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം അദ്ദേഹം ഇപ്പോൾ നമ്മളോടൊപ്പം ഇല്ല, അദ്ദേഹത്തിൻ്റെതായ സിനിമകൾ ഇനി വരില്ല എന്നൊക്കെയുള്ളൊരു വല്ലാത്തൊരു ഒരു ചിന്ത മനസ്സിലൂടെ പോയി. ലാലേട്ടനെ സംബന്ധിച്ച് ലാലേട്ടൻ്റെ മാസ് ഓറ ഇതിനോളം ഉപയോഗിച്ച മറ്റ് സിനിമകളില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഒരുപക്ഷെ നരസിംഹവും 6-ാം തമ്പുരാനും അങ്ങനെ തുടങ്ങിയ കുറേ സിനിമകളുണ്ട്. എങ്കിൽ പോലും അതിനൊക്കെ ഒരു പടിക്ക് മുകളിലാണ് രാവണപ്രഭു. കാരണം 2 എക്സ്ട്രീമിൽ നിന്ന് പുള്ളി അങ്ങ് പെർഫോം ചെയ്യാം. തിയേറ്ററിൽ ആഘോഷിക്കാനായി എത്തിയ ആളുകൾക്ക് അതിന് വേണ്ട എല്ലാ പരിപാടികളും ലാലേട്ടൻ കൊടുക്കുന്നുണ്ട്. ആക്ഷൻ സീനുകളാണെങ്കിൽ, മാസ് ഡയലോഗുകളാണെങ്കിൽ, മാസ് സീനുകളാണെങ്കിൽ പുള്ളിയുടെ ഒരു സ്വാഗ് എന്ന് പറയുന്നത് അന്യായമാണ് കേട്ടോ. കാരണം പുള്ളി ടൊയോട്ടോ പ്രാഡോയിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള ഇൻട്രോ ആണെങ്കിലും, നീലകണ്ഠൻ്റെ കേസിലാണെങ്കിലും, ഹോസ്പിറ്റലിലുള്ള ഇൻട്രോ ആണെങ്കിലും, അത് ഒന്ന് മാസമാണെങ്കിൽ ഒന്ന് ക്ലാസ്, ആ ഒരു രീതിക്കാണ് പരിപാടി രഞ്ജിത്ത് കൊണ്ടുപോയിട്ടുള്ളത്. പിന്നെ അതുപോലെ ഇതിനകത്തെ ഡയലോഗുകൾ, എന്ത് തരം ഡയലോഗുകളാണ് പുള്ളി മംഗലശ്ശേരി നീലകണ്ഠന് വേണ്ടി എഴുതി വെച്ചത്. ഒരു പക്ഷേ കുട്ടിക്കാലത്ത് കണ്ട സമയത്തൊന്നും ആ ഡയലോഗുകൾ അങ്ങനെ നമുക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ ഇപ്പോൾ കാണുമ്പോഴാണ് ആ ഡയലോഗിൻ്റെ ഒക്കെ ഡെപ്ത് എത്രത്തോളം ഹെവി ആണെന്ന് മനസ്സിലാവുന്നത്. അതുപോലെ മംഗലശ്ശേരി കാർത്തികേയൻ വേറൊരു രീതിയിൽ തന്നെയാണ് രഞ്ജിത്ത് ഡയലോഗുകൾ എഴുതി വെച്ചത്. കാരണം ഒന്നിനെയും പേടിയില്ല. ഈ ലോകത്ത് എന്ത് സംഭവിച്ചാലും അതിനൊക്കെ മുകളിലേക്ക് താൻ കയറി പോകും. അല്ലെങ്കിൽ അങ്ങനെയാണ് ആ ക്യാരക്ടറിനെ വെച്ചിരിക്കുന്നത്. എല്ലാത്തിനെയും ചവിട്ടി മെതിച്ച് ഒന്നിനെയും കൂസലില്ലാതെ നിൽക്കുന്നത്. പക്ഷെ മംഗലശ്ശേരി കാർത്തികേയൻ മംഗലശ്ശേരി നീലകണ്ഠൻ്റെ മുന്നിൽ എത്തുമ്പം വളരെ എന്താ പറയുക ഭവ്യതയുള്ള, വളരെ അനുസരണയുള്ള ഒരു കുട്ടിയെ പോലെ പെരുമാറുക. വല്ലാത്ത രീതിയിലാണ് ലാലേട്ടൻ അത് പെർഫോം ചെയ്ത് വെച്ചതും രഞ്ജിത്ത് എഴുതി വെച്ചതും എല്ലാം. അത് ഈ റീ റിലീസിൽ എനിക്ക് തോന്നിയൊരു പരാതി, ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ വല്ലാതെ മാറ്റങ്ങൾ വന്നത്. അതിനൊരു
അതൊരു വല്ലാതെ നെഗറ്റീവായിട്ട് തോന്നി. അതുപോലെ ചില സീനുകളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ലാലേട്ടൻ ഒരു മഹാഭാരതത്തിലെ ഒരു ശ്രീകൃഷ്ണനും പഞ്ചപാണ്ഡവരും തമ്മിലുള്ള ആ ഒരു കൗരവരോട് ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതുപോലെ ലാലേട്ടൻ ജഗതിയുടെ വീട്ടിലേക്ക് ചെന്നിട്ട് ഒരു ക്രിക്കറ്റ് കളി പിള്ളേരൊക്കെ കൂടെ കളിക്കുന്ന സമയത്ത് ബോളൊക്കെ പിടിച്ച് ആ സീനൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അത് എന്തിനു വേണ്ടിയാണെന്ന് അറിയില്ല, ലെങ്ത് കൂടിപ്പോയി എന്നൊക്കെ അവർക്ക് തോന്നിയോണ്ടായിരിക്കാം. പക്ഷെ കാണുന്ന നമ്മൾക്ക് ഇതിലെ എല്ലാ സീനുകളും എപ്പിക്കാണ്. നമുക്ക് ഒരു സീനും ബോറടിക്കത്തുമില്ല, ഒരു സീനും അൺവാണ്ടഡ് ആയിട്ട് തോന്നിയിട്ടുമില്ല. അപ്പോൾ പിന്നെ എന്തിനാണ് ഇത് കട്ട് ചെയ്തതെന്ന് മനസ്സിലായില്ല. പക്ഷെ പറഞ്ഞു തന്നത് ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഹാഫ് എക്സ്പീരിയൻസ് തിയേറ്റർ എക്സ്പ്ലോർ ചെയ്യുന്ന രീതിയിൽ പോയി. സെക്കൻഡ് ഹാഫ് തുടങ്ങിയപ്പോഴും അങ്ങനെ തന്നെ പോയി. പക്ഷേ സെക്കൻഡ് ഹാഫിൻ്റെ ഒരു പകുതിയായപ്പോൾ അവിടെയാണ് ഈ റൈറ്റിങ്ങിൻ്റെ ഒക്കെ ഒരു പവർ എന്ന് പറയുന്നത്. സെക്കൻഡ് ഹാഫ് പകുതിയായപ്പം ഈ തിയേറ്ററിൽ ഉടനീളമുള്ള പിള്ളേർ സെറ്റ് നമ്മൾ ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളും പിൻ ഡ്രോപ്പ് സൈലൻസിലാണ് പോകുന്നത്. കാരണം ആ സ്ക്രീനിൽ മംഗലശ്ശേരി നീലകണ്ഠൻ്റെ ഒരു മരണവും അതിന് തുടർന്നുള്ള ഇമോഷണൽ സീനുകളൊക്കെ വരുമ്പം പിൻ ഡ്രോപ്പ് സൈലൻസ് അങ്ങനെ എൻജോയ് ചെയ്യണം ആളുകൾ. അതും ഒരു തരത്തിലുള്ള ഒരു സെലിബ്രേഷൻ ആണല്ലോ. ആ രീതിയിൽ ഇമോഷണൽ സീനുകൾ എൻജോയ് ചെയ്യുന്നു. അത്ര ഹെവി ആയിട്ടുള്ള റൈറ്റിംഗ് ആയതുകൊണ്ടാണ്. അത് കഴിഞ്ഞ് പിന്നെ ക്ലൈമാക്സ് അതിനുശേഷമുള്ള പാട്ടെല്ലാം ഗംഭീരമായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ തിയേറ്ററിൽ ശരിക്കും അങ്ങനെ എൻജോയ് ചെയ്ത് കാണേണ്ട ഒരു പടമാണ് രാവണപ്രഭു ഒക്കെ. അത്ര ക്വാളിറ്റി ഉണ്ട് കേട്ടോ. 1-2 സ്ഥലത്ത് ബ്ലർ ചെയ്ത് പോയി എന്നുള്ളതല്ലാതെ ആ 4K കണ്ടന്റ് ആണെങ്കിലും അത്രയ്ക്ക് ഹെവി ക്വാളിറ്റിയിലാണ്. അപ്പോൾ തിയേറ്ററിൽ എൻജോയ് ചെയ്ത് കാണണം, അല്ലെ അങ്ങനെ സിനിമകൾ കാണുന്ന താല്പര്യമുള്ളവർക്ക് ഔട്ട് ആൻഡ് ഔട്ട് എൻ്റർടൈനിങ് പരിപാടിയാണിത്. നിർബന്ധമായിട്ടും തിയേറ്ററിൽ കാണാൻ ശ്രമിക്കുക. വലിയ തിയേറ്ററിൽ, ചെറിയ കുട്ടിപ്പെട്ടി സ്ക്രീനുകളിലല്ല, വലിയ കപ്പാസിറ്റി തിയേറ്ററിൽ എൻജോയ് ചെയ്ത് കാണുക. ഡെഫിനറ്റ്ലി വേർത്തായിരിക്കും. മുൻപ് നമുക്ക് ചോട്ടാമുമ്പയൊക്കെ വന്നപ്പോൾ ആ രീതിയിൽ എൻജോയ് ചെയ്തു. അതിനോളം തന്നെ എൻജോയ് ചെയ്യാനുള്ള ഐറ്റമാണ് രാവണപ്രഭു. വലിയ തിയേറ്റർ, അടുത്തുള്ള ഏറ്റവും വലിയ തിയേറ്ററിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുക, നിറഞ്ഞ സദസ്സിൽ എൻജോയ് ചെയ്ത് കാണുക എന്നുള്ളതാണ് രാവണപ്രഭു എൻജോയ് ചെയ്യാനുള്ള രീതി. ഒരു കാരണവശാലും മിസ്സാവരുത്. മലയാളത്തിലെ ഒരു ക്ലാസിക് മാസ് ക്ലാസ് എൻ്റർടൈനറാണ്. അപ്പോൾ അത് ഇനി തിയേറ്ററിൽ കാണാൻ കഴിയുമെന്ന് അറിയില്ല, കാരണം ഇനിയൊരു റീ റിലീസ് ഏത് കാലത്തൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നിർബന്ധമായിട്ടും കാണുക. ലാലേട്ടന് ഇഷ്ടമുള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ഒന്നും നോക്കണ്ട, 1, 2, 3 തവണ തിയേറ്ററിൽ എൻജോയ് ചെയ്ത് കാണുക. അപ്പോൾ കോഴിക്കോടൊക്കെ ആണെങ്കിൽ കൈരളിയിലും അപ്സരയിലും രാധയിലും പടം കളിക്കുന്നുണ്ട്. ഡെഫിനറ്റ്ലി എവിടെ നിന്നും കാണാം. അപ്പോൾ അതുപോലെ തന്നെ എറണാകുളം കവിത, അതുപോലെ കോട്ടയം അഭിലാഷ്, ഇങ്ങനെ വലിയ വലിയ തിയേറ്ററുകൾ തിരഞ്ഞെടുക്കുക. ഡെഫിനറ്റ്ലി അവിടെ നിന്ന് കാണുക, എൻജോയ് ചെയ്യുക. ലൈഫ് ടൈം എക്സ്പീരിയൻസ് ഉള്ള പരിപാടിയായിരിക്കും കിട്ടുക. ആ രീതിയിൽ ഞാൻ പേഴ്സണലി എൻജോയ് ചെയ്തു. കാരണം ആ തിയേറ്ററിൽ വരുന്ന ആളുകളെല്ലാം ഓരോ സെക്കൻഡും എൻജോയ് ചെയ്യണം എന്നുള്ളൊരു വൈബിലാണ് വരുന്നത്. അപ്പോൾ അത് നമുക്ക് കണ്ടിരിക്കാനും അങ്ങനെ കാണാനൊക്കെ ഭയങ്കര ഹരമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നല്ല തിയേറ്റർ തിരഞ്ഞെടുത്ത് ഡെഫിനറ്റ്ലി രാവണപ്രഭു തിയേറ്ററിൽ കാണുക.